പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ച് ഈശോ നിക്ഷേപം, കരുതൽ ധനം, സമാഹരിച്ചു വയ്ക്കുന്ന ധനം. ദൈവസ്നേഹത്തോടെ ദൈവമഹത്വത്തിനായി സഹോദര സ്നേഹത്താൽ നാം രൂപപ്പെടുത്തുന്ന ചിന്തകൾ, മനോഭാവങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികളാണ് സ്വർഗത്തിലെ നിക്ഷേപം. ദൈവപരിപാലനയിൽ 100% വിശ്വസിച്ച് ആശ്രയിക്കുക. ദൈവപിതാവിൻ്റെ ഹിതം നമ്മുടെ ഹൃദയാഭിലാഷമാണെങ്കിൽ നാം അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കും. സ്വർഗത്തിൻ നിക്ഷേപം. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗം എന്നത് ദൈവത്തിൻ്റെ തിരുനാമങ്ങളിൽ ഒന്നാണ്. ഹൃദയം യഹൂദ സംസ്കാരത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഈശോ പറഞ്ഞു, നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും ഹൃദയം. കർത്താവിൻ്റെ വയലുകളിൽ വേല ചെയ്യാനും അവിടുത്തെ സ്നേഹിക്കാനും നാം സ്വന്തം പ്രവൃത്തികളോട് വലിയ താല്പര്യം കാണിക്കുകയോ വ്യക്തികളോട്, സ്ഥലങ്ങളോട്, ആശയങ്ങളോട്, വസ്തുക്കളോട് ഒട്ടിച്ചേരാനോ പാടില്ല. സ്വർഗം ലക്ഷ്യമാണ്. അവിടേക്കെത്തിക്കുന്ന കരുതൽ ധനം കർത്താവിന് വേണ്ടി ദൈവമഹത്വത്തിനായി പ്രതിഫലേച്ഛ കൂടാതെ ജീവിക്കുക, പ്രവർത്തിക്കുക എന്നതാണ്. വെളിപാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ സ്വർഗവാസികളുടെ കീർത്തനം നാം കാണുന്നു. ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. ദൈവമക്കളെ, ലക്ഷ്യത്തിലെത്തിയാൽ സ്വർഗവാസികളോട് ചേർന്ന് ഇടപെടാതെ ഉദ്ഘോഷിച്ച് സായുജ്യമടയാം. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സ്വർഗവാസികളുടെ ആരാധനാ സ്തുതിപ്പ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തനായ കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. യേശുനാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.